Hey, good evening. Welcome back to our YouTube channel. So, belated Happy New Year to all. കുറേ നാളായിട്ട് ഞാൻ യൂട്യൂബിലൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബിസി ആയിരുന്നു. സോ അങ്ങനെ എന്തായി ന്യൂ ഇയർ ഒക്കെ ആയി തുടങ്ങി, പുതിയൊരു വർഷമായി. എന്താണ് നിങ്ങളുടെ റെസ്റ്റിറ്റ്യൂഷൻസ്? എത്ര പേര് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളങ്ങനെയാണ്. സോ ഒരു പുതിയ തുടക്കമായത് നമ്മളെല്ലാം എനിക്കിതൊക്കെ മാറി ചിന്തിക്കുന്നു. ഇത് പല എന്നൊക്കെ എവിടെയാണ് എനിക്ക്. പക്ഷെ എന്തായി ഇപ്പൊ ജനുവരി 4th ഞാൻ വീഡിയോ എടുക്കുന്നത്. എങ്കിലും നിങ്ങൾ മുൻകാലത്ത് അന്വേഷിക്കുന്നത് എനിവേ എന്തായിരിക്കും നിങ്ങളുടെ ഒരു റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ ഞാൻ പോകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇനി വരുന്ന ദിവസമാണ് ഒരു ന്യൂഇയറിനെ എങ്ങനെയൊക്കെ വൃത്തിയാക്കാൻ പ്രമേയം വെച്ചിട്ടുള്ള ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ പാടി വിളിച്ച് എന്താ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടി ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നന്മയിൽ കണ്ടതുപോലെ നമ്മുടെ ഈ വർഷത്തിന് തുടക്കം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് നല്ലതായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ് എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തില് ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ലെ നമുക്കൊരു മനക്കരുത്ത് ഉണ്ടാകാന്, അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടതും സെൽഫ് ലവ് എന്നുള്ളൊരു കൺവീൻ തന്നെയാണ്. അപ്പൊ എന്താണ് സെൽഫ് ലവ് എല്ലാവരും പറയാറുണ്ടല്ലേ, പല റീൽസിലും പല വീഡിയോസിലും നമ്മൾ കാണാറുണ്ട് സെൽഫ് ലവ് വേണം, സെൽഫ് ലവ് വേണം. പക്ഷെ എങ്ങനെ ഈ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് സെൽഫ് ലവ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വേണം എന്ന് പലരും പറയുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് തുടക്കം സംസാരിക്കാൻ പോകുന്നത്. നമ്മളിപ്പം ഒരു വീട് വെക്കാൻ പോകണം. ആ വീട് വെക്കുന്നത് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അതിനടുത്തറയൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷണലിയും നമ്മളെ ഫിസിക്കലിയും നമ്മളെ ബേസിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ പറയുന്ന സെൽഫ് ലവ് എന്നുള്ളത്. നമുക്ക് കുറച്ചും കൂടെ നമ്മളെ മനസ്സിലാക്കാൻ, നമ്മളെ വേർത്ത് മനസ്സിലാക്കാൻ, നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫോൾട്ട് മനസ്സിലാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യം നമ്മളെ അടുത്തറിയാൻ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടുത്തറയാണ് സെൽഫ് ലവ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ ഫിസിക്കലി നമ്മളെ ഇമോഷണലി നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം കൂടുതലും ആൾക്കാര് സെൽഫ് ലവ് ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പ്രോപ്പർ ന്യൂട്രീഷൻസ് ഉണ്ടാവും, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഉണ്ടാവും, പ്രോപ്പറായിട്ട് അവർക്ക് അവരുടെ ബോഡീനെയും അവരുടെ മൈൻഡിനെയും ഒരേപോലെ തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സെൽഫ് ലവ് എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് ബാക്കിയുള്ളവരോട് ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പില് അതിനെ പക്ക കറക്റ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവമാണ് സെൽഫ് ലവ്. അങ്ങനെയാണല്ലേ, കാരണം സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമ്മളതിന്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടം. പലരും അതിനെ വിചാരിച്ചത് സെൽഫിഷ് എന്നുള്ളൊരു വാക്കുകളുണ്ട്. ബട്ട് ആക്ച്വലി അത് അങ്ങനെയല്ല. ഈ സെൽഫ് ലവ് കൊണ്ട് എങ്ങനെയാ റിലേഷൻഷിപ്പിനെ ഉണ്ടാക്കാൻ പറ്റുക എന്ന് വെച്ചാല് ലൈക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എവിടെയാണ് വേണ്ടതെന്നും എവിടെയാണ് നമ്മൾ സംസാരിക്കാത്തതെന്നും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്ന്. ആ ബൗണ്ടറി ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിന്റെ ബൗണ്ടറീസ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഒരാളോട് എങ്ങനെ സംസാരിക്കണം മനസ്സിലാക്കാനും നമ്മുടെ ഒരു വേർത്ത് മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് സെൽഫ് ലവിനോട് തന്നെയാണ്. ഇനി എന്താ പറയുന്നത് വെച്ചാല് റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ടല്ലേ. നമ്മൾ ആ ഒരു ചാലഞ്ചസ് നേരിടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, നമ്മൾ അതിൽ നിന്ന് പിന്മാറിയാണ് നിൽക്കാറ്. പക്ഷെ ഈ ചലഞ്ചസിന് അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന സെൽഫ് ലവ് മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് എവിടെയാണ് പ്രതികരിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നല്ലത് ഏതാ അല്ലെ നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളതെന്നും നമ്മുടെ വാല്യൂ മനസ്സിലാക്കി നമുക്ക് നിൽക്കാൻ പറ്റും. അതിലൂടെ തന്നെ നമുക്ക് ഓരോ ലൈഫിലെ ഓരോ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നതാണ് ജീവിതത്തില് സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വല്ല നമുക്ക് അതിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരാളോട് എങ്ങനെ മിണ്ടണം, ഒരു സാഹചര്യങ്ങൾ എങ്ങനെ പെരുമാറണം, ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിൽക്കണം, ഒരാളെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെ പറ്റി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കി നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വലിയ സംഭവം തന്നെയാണ് സെൽഫ് ലവ് എന്നുള്ളത്. റിലേഷൻഷിപ്പിലും ഓരോ കാര്യത്തിലും ജീവിതത്തിൽ പഠനത്തിന്റെ കാര്യത്തിലുമാണ്. നമ്മൾ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ മൈന്യൂട്ട് ആയിട്ടുള്ള സക്സസ് വരെ നേടിയെടുക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് സെൽഫ് ലവ്. പിന്നെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ലൈക്ക്
എന്താ പറയാ, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, സ്ട്രെസ് ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവും. ലൈക്ക് എന്നെ കൊണ്ട് പറ്റൂല, അയാൾ പറഞ്ഞ ശരിയാണ്, അല്ലെ ആ കുട്ടി പറഞ്ഞ ശരിയാണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് അത് പറ്റാത്ത കാര്യമാണെന്ന് പലരും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ ഒരു സെൽഫ് നെഗറ്റീവ് ടോക്ക് അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, ഈ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതായത് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ നെഗറ്റിവിറ്റി മനസ്സിലാക്കി പക്ഷെ ആ നെഗറ്റിവിറ്റിനെ ഓവർകം ചെയ്ത് അത് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പെർഫെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെഗറ്റിവിറ്റി ഉണ്ടാകത്തില്ല എന്നല്ല, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതിനെ സെറ്റ് ബാക്ക് ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. ഈ പെർഫെക്ഷനിസം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, സെൽഫ് ലവ് വേണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു സെൽഫ് ലവ് കൊണ്ട് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പല ആൾക്കാരും പറയാറുണ്ട് സെൽഫ് ലവ് ആണെന്ന്, പക്ഷെ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പലരും വിട്ടുപോകാറുണ്ട് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സെൽഫ് ലവ് എന്തുകൊണ്ടാണ്, വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ് ഫോർ അവർ ലൈഫ്, എന്തുകൊണ്ടാണ് സെൽഫ് ലവ് നമുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇത്രയും വാസ്റ്റായിട്ട് ഇമ്പോർട്ടൻസിനെ പറ്റി ഫസ്റ്റ് സംസാരിക്കേണ്ടത്. ഇങ്ങനെ പറയാൻ വന്നത് സെൽഫ് ലവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനെ പറ്റിയുള്ള സ്റ്റെപ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും തയ്യാറാണല്ലോ, എന്താണ് സെൽഫ് ലവ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് സെൽഫ് അക്സെപ്റ്റൻസ്. അതായത് നമ്മൾ എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് നെഗറ്റീവ് ആവട്ടെ, പോസിറ്റീവ് ആവട്ടെ, ഗുഡ് ആവട്ടെ, ബാഡ് ആവട്ടെ, നമ്മുടെ ഓരോരോ തെറ്റുകൾ, നമ്മുടെ ഓരോരോ ഫ്ലോസ്, നമ്മുടെ ഏറ്റവും നല്ല ഗുഡ് ആയിട്ടുള്ള ഓരോരോ വാല്യൂസ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ ആ തെറ്റുകൾ മനസ്സിലാക്കി അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അല്ല, തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഇതാണ് പറ്റുന്നത്, ഞാൻ ഇങ്ങനെയാണ്, ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറാതെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. സോ അതിന് പറ്റിയിട്ടുള്ള മന്ത്ര എന്ന് പറയുന്നത് ഐ അക്സെപ്റ്റ് മൈ സെൽഫ് എന്ന് നിങ്ങൾ എപ്പോഴും പറയുക നമ്മളുടെ തന്നെ. ഐ അക്സെപ്റ്റ് മൈ സെൽഫ്, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ എന്താണ് പറഞ്ഞോട്ടെ, പക്ഷെ ഞാൻ ഇതാണ്, എന്റെ ക്യാരക്ടർ ഇതാണ്, ഇത് നല്ലത് നല്ലത് ഞാൻ നല്ലതാക്കി വെക്കും, നെഗറ്റീവ് നടന്ന് ഞാൻ മാറ്റും, എന്നാൽ ഞാൻ ഇതാണ്. ഐ അക്സെപ്റ്റ് മൈ സെൽഫ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ഫോർഗീവ്നെസ്, അതായത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ സ്വന്തത്തോടെ ചെയ്യാറുണ്ട്, മറ്റുള്ളവരോട് ചെയ്തിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ബ്ലെയിമിങ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ആണ്. പക്ഷെ ഈ ബ്ലെയിമിങ് മാറ്റിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി പുറത്തു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് തെറ്റായിരിക്കാണ്, പക്ഷെ അടുത്ത വട്ടം നിങ്ങളത് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എനിക്കത് തെറ്റാണ് എന്നാണ് നമ്മൾ സ്വന്തമായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കരുത്. അവിടെ ഒരിക്കലും നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഫോർഗീവ് ചെയ്ത് അതിനെ റീക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നത്. അതിനെ പറ്റിയിട്ടുള്ള മന്ത്രം എന്ന് വെച്ചാല് ഐ ഫോർഗീവ് മൈ സെൽഫ് ആൻഡ് ഐ ആം ഫ്രീ. ലൈക്ക് ഞാൻ ഫ്രീ ആണ്, എന്റെ മൈൻഡിൽ അങ്ങനെ നെഗറ്റീവ് ടോക്ക് ഇല്ല, ഞാൻ ഓക്കെ ആയി, ഞാനിത് പുറത്തു കൊടുത്തു, എന്റെ ബോഡിക്കോ ഞാൻ പുറത്തു കൊടുത്തു, എനിക്കോ ഞാൻ പുറത്തു കൊടുത്തു, ഇനി അത് ഞാൻ ശരിയാക്കും എന്നുള്ളത് പറയുന്നതാണ് സെൽഫ് ഫോർഗീവ്നെസ് എന്നുള്ളത്. ഈ സെൽഫ് ഫോർഗീവ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പം. കാരണം എന്താ വെച്ചാൽ സെൽഫ് അക്സെപ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജാഡ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ സെൽഫ് അക്സെപ്റ്റൻസ് മാത്രം ഉണ്ടായാൽ പോരാ, സെൽഫ് ഫോർഗീവ്നെസ് കൂടെ ഉണ്ടാകണം. നമ്മൾ നമുക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കണം. അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നതിലാണ് സെൽഫ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് താഴ്മ ക്ഷമ ഉണ്ടാവുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത എന്തെങ്കിലും തെറ്റിന് വരും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തോണ്ടല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടല്ലേ, അയാൾക്കൂടെ ഇടങ്ങാറ്, ഇന്ത്യയിലെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടാറുണ്ട്. സോ അതുകൊണ്ട് അതേ പകരം നിങ്ങൾ ഇതിലേക്ക് വേണ്ടി ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇന്ന് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് നമ്മളെ റെസ്പോൺസിബിൾ ആക്കുക എന്നുള്ളത്. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ബാക്കിയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ടൈം കണ്ടെത്താറുള്ളത്, ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് പ്രയോറിറ്റൈസ് ചെയ്യാറുള്ളത്. പക്ഷെ അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ റെസ്പോൺസിബിൾ ആവും. പലരും പറയാറുണ്ടല്ലേ, നമ്മുടെ കാര്യത്തിലേക്കില്ല, നിങ്ങളുടെ ജീവിതത്തിൽ പാഴായി പോവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഫോക്കസ് അല്ല എന്നുള്ളത്. ഈ ഫോക്കസ് എന്താ ഇല്ലാത്തത്? നിങ്ങൾ റെസ്പോൺസിബിൾ ആവാത്തത് കൊണ്ടാണ്, നമ്മൾ നമ്മുടെ കാര്യത്തിൽ റെസ്പോൺസിബിൾ ആവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ
നിങ്ങൾ സെൽഫ് റെസ്പോൺസിബിൾ ആവും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. കാരണം നിങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തതില് പാരന്റ്സിനുണ്ട്, ദൈവത്തിനുണ്ട്. പക്ഷെ ഖുറാനിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നീ മാറാതെ നിന്നെ ഒരിക്കലും ഞാൻ മാറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. സൂറത്ത് റാഗിൽ പറയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ റെസ്പോൺസിബിൾ ചെയ്യണം. നമ്മുടെ ഒരു തെറ്റും ശരിയും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള മന്ത്രിയാണ് ഐ ചൂസ് ദ റിയാലിറ്റി. ലൈക്ക് റിയാലിറ്റി ആണ് സെൽഫ് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. കാരണം ജീവിതത്തിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജീവിതത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കുന്നതാണ് ശരിക്കും സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലാസ്റ്റ് കാര്യമാണ് സെൽഫ് കെയർ. സെൽഫ് കെയറിനെ പറ്റി ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ചെറുതാക്കി ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയണം. ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞാല് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി, നമ്മുടെ സ്പിരിച്വാലിറ്റി, ഇതിനെ മൂന്നിനെയും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുക, നമ്മുടെ തോട്ട്സിനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ന്യൂ ഇയർ ഒക്കെ തുടങ്ങിയത് കൊണ്ടും നിങ്ങളുടെ റെസൊല്യൂഷൻസ് ഒക്കെ ഓണായി വരുന്നത് കൊണ്ടും നിങ്ങളുടെ ഗോൾസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ പറയാണ്, സെൽഫ് കെയർ ജേണൽസ് ഉണ്ടാക്കുക. ലൈക്ക് ഇപ്പൊ ജേണലിംഗ് തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ലൈക്ക് ഒരുപാട് ജേർണലിംഗ് പേജസ് ഉണ്ട്, ജേർണൽ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് ഞാനിപ്പോ കറന്റ് കാണുന്ന ഒരു എന്താന്ന് വെച്ചാൽ ഗ്രോവിത് സന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ചേച്ചി ലൈക്ക് ആ പുള്ളിക്കാരി അതിൽ ഓരോ രീതിയിലും ജേർണലിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. സോ ഐ റെഫർ ദാറ്റ് പേജ്. ലൈക്ക് ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ കുറച്ച് ആളുകൾ കാണുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞത്. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരോ തോട്ട്സ് സെൽഫ് കെയറിൽ പറ്റിയതാണല്ലോ. നമ്മുടെ തോട്ട്സ് എന്നുള്ളത് നമ്മുടെ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ബോഡീനെ, മൈൻഡിനെ, സ്പിരിറ്റിനെ എല്ലാം നമ്മൾ കെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത്. സോ അതിന് പറ്റിയിട്ടുള്ള മന്ത്രിയാണ് ഐ ചൂസ് മൈ സെൽഫ്, അല്ലെങ്കിൽ ഐ കെയർ ഓഫ് മൈ ബോഡി, ഐ കെയർ ഓഫ് മൈ സെൽഫ്. അങ്ങനെ ഉള്ള മന്ത്രാസ് പറയും. മന്ത്രാസ് എന്ന് വെച്ചാല് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു അഫർമേഷൻസ് ആണ് ഞാൻ പറഞ്ഞില്ല. അഫർമേഷൻസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളാണ്. സോ ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്സ് അല്ലേ ഇപ്പൊ അയാളൊക്കെ നമ്മൾ പറഞ്ഞു. സെൽഫ് അക്സെപ്റ്റൻസ് പറഞ്ഞു, സെൽഫ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു, സെൽഫ് കെയറിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെൽഫ് ഫോർഗീവ്നെസിനെ പറ്റി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളല്ല, പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് മേക്സ് നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ പ്രാക്ടീസിനാണ് പറ്റുക. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. സെൽഫ് ലവ് എന്ന് വെച്ചാല് ചിലപ്പോൾ ഈ ഒരു വർഷം തന്നെ വേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ. ബട്ട് അതിലൊന്നും കാര്യമില്ല, നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിലാണ് ശരിക്കുള്ള കാര്യം. സോ ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ലാസ്റ്റ് സ്റ്റെപ്പ്, അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മൂന്നാമത് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സൈക്കോളജിക്കലി കുറെ റെഫർ ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അതില് സെൽഫ് ലവില് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെൽഫ് കമ്പാഷൻ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മള് സെൽഫ് ഫോർഗീവ്നെസിന് ശേഷം സെൽഫ് കമ്പാഷൻ ഉണ്ടാക്കി എടുക്കുന്നതാണ്. സെൽഫ് കമ്പാഷൻ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് നമ്മളോട് കാണിക്കുക ജെന്യുവൻ ആയിട്ടുള്ള കൈൻഡ്നെസ് ആണ്. നമ്മളോട് കാണിക്കുക ഓണസ്റ്റി ആണ്. ലൈക്ക് നമ്മൾ കാണിക്കുക സത്യസന്ധതയാണ് ശരിക്കും വന്നാൽ സെൽഫ് കമ്പാഷൻ. ഒരു പാരന്റ് ഒരു കുട്ടീനെ ശരിക്കും നല്ല രീതിയിൽ നോക്കാന്നില്ലേ, അതായത് നമുക്കിപ്പോ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ പരിപാലിക്കുന്ന പോലെ നമ്മളെ പരിപാലിക്കാം. ഒന്നുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഇന്നർ ചൈൽഡിനെ കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് കമ്പാഷൻ എന്നുള്ളത്. അതായത് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കുക, നമ്മൾ കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ. കുട്ടികൾ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കാറുണ്ട്. അപ്പൊ നമ്മളെ പേരൻസ് എന്താ ചെയ്യാറ്, അതൊന്നും കൂടെ ക്ഷമിച്ചു കൊടുക്കും, കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തെറ്റുകളെ നമ്മൾ ഫോർഗീവ് ചെയ്ത് നമ്മളെ തന്നെ പറഞ്ഞു കൊടുക്കാം. എടാ അതെല്ലാം ശരി, ഇതങ്ങനെ ശരിയെന്ന് മനസ്സിലാക്കാം. ആസ് വി ഓൾ നോ വി ആർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് സങ്കടങ്ങളുണ്ട്, സഫറിങ്സ് ഉണ്ടാവാറുണ്ട്, പെയിൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് നമ്മള് എന്താ പറയാ എടുക്കേണ്ട രീതിയിൽ എടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നല്ല രീതിയിലായിരിക്കും ലൈഫ് പോകുന്നുണ്ടാവുക. അത് ഞാൻ വെറുതെ ഈ വേണ്ടാത്ത വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനേക്കാളും അതിനെ അതിൻ്റെതായ രീതിയിൽ എടുത്തു കളഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ
കൈൻഡ്നെസ് കൊടുത്തില്ല, ഫോർഗീവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സെൽഫ് ഫോർഗീവ്നെസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. അപ്പൊ നമുക്ക് കൈൻഡ്നെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ലവ് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്. അതിനെ വെച്ചിട്ട് മന്ത്ര എന്ന് വെച്ചാല് ഐ ചൂസ് മൈ സെൽഫ്, അല്ലെ എന്താ പറയാ, ഐ ചൂസ് ദി കമ്പാഷൻ ഫോർ മൈ സെൽഫ് എന്നൊക്കെ പറയാൻ പറ്റും. ഇത്രയാണ് സെൽഫ് ലവ് എന്നുള്ളത്. സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ഫോർഗീവ്നെസ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, സെൽഫ് കെയർ ആൻഡ് സെൽഫ് കമ്പാഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാവും, മറ്റുള്ളവർക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാവും, നമ്മൾ എങ്ങനെ ഒരാളോട് നിൽക്കണമെന്ന് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെന്ന വീടിന്റെ അടുത്തറ തന്നെയാണ് സെൽഫ് ലവ് എന്നുള്ളത്. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. സോ അത് മനസ്സിലാക്കി നിങ്ങൾ തന്നെ ചിന്തിക്കുക, സെൽഫ് ലവ് ആണ് ആദ്യം വേണ്ടത്, അത് മറ്റുള്ള ഒരാളുടെ ലവ് ആണ് ആദ്യം വേണ്ടത്. സോ മേക്ക് സെൽഫ് ലവ് പ്രയോറിറ്റി. ഓക്കെ, നല്ലൊരു പ്രയോറിറ്റി ആക്കി തന്നെ എടുക്കുക സെൽഫ് ലവിനെ. അതേപോലെ തന്നെ ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് വിത്ത് ദിസ് വീഡിയോ ആൻഡ് പ്രാക്ടീസ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ ആൻഡ് താങ്ക് യു.